Good evening students. നമ്മൾ അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെന്റലിന്റെ മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റും അതിനോടനുബന്ധിച്ചുള്ള രണ്ട് ലോയുമാണ് പഠിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിംഗ് ആണ്. മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന രണ്ട് പ്ലാന്റ്സ് അവർ തമ്മിലുള്ള വ്യത്യാസം രണ്ട് സ്വഭാവങ്ങളിൽ വ്യത്യാസം കാണിക്കുക. പേരന്റ് പ്ലാന്റ്സുകൾ രണ്ട് സ്വഭാവങ്ങളിൽ വ്യത്യാസം കാണിച്ച് നടത്തുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിംഗ്. രണ്ട് സ്വഭാവങ്ങളിൽ വ്യത്യാസമുള്ള രണ്ട് പേരൻസിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ മെന്റൽ എക്സ്പെരിമെന്റിന് വേണ്ടി തിരഞ്ഞെടുത്ത ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതിനകത്തുനിന്ന് രണ്ട് ക്യാരക്ടർ സെലക്ട് ചെയ്യുക. അതിൽ മെന്റൽ ചെയ്ത എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും റൗണ്ട് ആൻഡ് റിങ്കിൾഡ് സീഡ്, റൗണ്ട് സീഡ് പേരൻസിനെ സെലക്ട് ചെയ്ത് റൗണ്ട് ആയിട്ടുള്ളതും റിങ്കിൾഡ് ആയിട്ടുള്ളതും, റൗണ്ട് ആൻഡ് റിങ്കിൾഡ് സീഡ്. അതോടൊപ്പം തന്നെ യെല്ലോ കളർ, സീഡിന്റെ കളർ യെല്ലോ, അതുപോലെ തന്നെ ഗ്രീൻ കളർ, യെല്ലോ ആൻഡ് ഗ്രീൻ. അപ്പൊ ഇതാണ് രണ്ട് ക്യാരക്ടേഴ്സ്. ഒന്ന് സീഡിന്റെ ഷെയ്ഡ് റൗണ്ട് ആയിരിക്കും, ഒരു പേരന്റിനകത്തത് റിങ്കിൾഡ് ആയിരിക്കും, ചുക്കിച്ചൊളിഞ്ഞതായിരിക്കും. അടുത്തത് സീഡിന്റെ കളർ വരുമ്പോഴത്തേക്ക് യെല്ലോ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ പേരന്റിൽ വരുമ്പോഴത്തേക്ക് അത് ഗ്രീൻ ആയിരിക്കും. അങ്ങനെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് കൺസിഡർ ചെയ്തിട്ട് നടത്തുന്ന എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ് എക്സ്പെരിമെന്റ് അഥവാ ഡൈഹൈബ്രിഡ് ക്രോസിംഗ് എന്ന് പറയുന്നത്. പേരൻസ് ഡിഫറെന്റ് ടു പെയർസ് ഓഫ് ക്യാരക്ടേഴ്സിലായിരിക്കും ഡിഫർ ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന പേരൻസിന്റെ പ്രത്യേകത ഹോമോസൈഗസ് ആയിട്ടുള്ള പേരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള പേരൻസ് ആണ് നമ്മൾ എക്സ്പെരിമെന്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. പ്യുവർ പേരന്റ് ആവുമ്പോഴത്തേക്ക് നമ്മൾ റൗണ്ടിന് കാണിക്കുന്ന പ്യുവർ പേരന്റ് ആണെങ്കിൽ അതിന്റെ രണ്ട് അലീലുകളും രണ്ട് ഫാക്ടേഴ്സും എന്തായിരിക്കും, ഒരേ കണക്കുള്ള അലീൽസ് ആയിരിക്കും. നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോഴത്തേക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡോമിനന്റ് ക്യാരക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ക്യാപിറ്റൽ ആർ. യെല്ലോ വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ രണ്ട് അലീലുകളും അതിന്റെ ഒരേ സെയിം ആയിട്ടുള്ളതായിരിക്കും. അത് പ്യുവർ പ്ലാന്റ് ആവുന്നത് കൊണ്ട് ക്യാപിറ്റൽ വൈ. തിരിച്ച് നമ്മൾ റിങ്കിൾഡ് ആവുമ്പോഴത്തേക്ക് റൗണ്ടിന്റെ റെസസീവ് ക്യാരക്ടർ ആണ് റിങ്കിൾഡ്. അപ്പോൾ അവിടെ കൊടുക്കുന്നത് അതേ അതിന്റെ സ്മോൾ ലെറ്റർ ആയിട്ടുള്ള സ്മോൾ ആർ, പ്യുവർ റിങ്കിൾഡ് പ്ലാന്റ്. ഗ്രീൻ വരുമ്പോഴത്തേക്കും സ്മോൾ വൈ. ഇതാണ് പേരൻസ് വരുമ്പോഴത്തേക്ക്, ഇതാണ് പേരൻസ്. പേരന്റ് പ്ലാന്റുകൾ പ്യുവർ ആയിട്ടുള്ള ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ ആൻഡ് സ്മോൾ വൈ. ഇതാണ് പേരൻസ് വരുന്നത്. ഹോമോസൈഗസ് ആയിട്ടുള്ള പേരൻസിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസിന് വേണ്ടി സെലക്ട് ചെയ്തത്. ഇവിടെ റൗണ്ട് ആൻഡ് യെല്ലോ ഇസ് ദ phenotype of the parent and capital R and capital Y is the genotype of the parent. അതുപോലെ wrinkled and green അത് phenotype of the parent and small r and small y വരുമ്പോഴത്തേക്ക് genotype of the parent. ഇനി ഇങ്ങനെ വരുന്ന രണ്ട് പേരൻസിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഇതിനെ നമ്മളിപ്പോ മെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്തു, ഇതിനെ ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്തു എങ്കിൽ മെയിലിൽ നിന്നുണ്ടാകുന്ന പൊളൻ ഗ്രെയിൻസ് ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഇരിക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് ഫാക്ടറുകൾ എന്ത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഒരെണ്ണം മാത്രം ഗ്യാമീറ്റിൽ വന്ന് കയറും. അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈന്ന് ഓരോന്ന് വീതം സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരെണ്ണം വരും. അങ്ങനെ ഹാഫ് ആയിട്ട് മാറും അല്ലേ. ഇത് 4 പേരുണ്ടായിരുന്നു, 2 പേരായിട്ടുള്ള ഗ്യാമീറ്റ് ഫോം ചെയ്യും. ഉണ്ടാകുന്ന ഗ്യാമീറ്റുകളെല്ലാം തന്നെ ഇതിനകത്തുണ്ടാകുന്ന ഹോമോസൈഗസ് പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനകത്തുണ്ടാകുന്ന ഗ്യാമീറ്റുകളെല്ലാം തന്നെ ക്യാപിറ്റൽ വൈ ആയിരിക്കും. അതുപോലെ ഇതിനകത്ത് നിന്ന് വരുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ചെയ്യുന്നു, സ്മോൾ ആർ ഒരെണ്ണം വന്നു, സ്മോൾ വൈ ഒരെണ്ണം വന്നു അല്ലേ. അപ്പോഴും അതിനകത്തും വരുന്ന ഗ്യാമീറ്റ് എല്ലാം തന്നെ സ്മോൾ വൈ ആയിരിക്കും. ഇങ്ങനെ വരുന്ന രണ്ട് ഗ്യാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന F1 ജനറേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു? F1 plant is capital R
സ്മോൾ ആർ അല്ലേ? ആറും ഒരുമിച്ച് എഴുതുന്നു, രണ്ട് ഫാക്ടേഴ്സ്, ഒരു ക്യാരക്ടറിന്റെ രണ്ട് ഫാക്ടേഴ്സ്. ദെൻ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. നമുക്കറിയാം ഇവിടെ വരുമ്പോഴത്തേക്ക് F1 ഈസ് ഹെട്രോസൈഗസ്. F1 വരുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്? ഹെട്രോസൈഗസ് ആയിട്ടുള്ള റൗണ്ട് സീഡഡ് ആൻഡ് യെല്ലോ കളേർഡ് സീഡ് വരുന്നത് അല്ലേ? റൗണ്ട് ആൻഡ് യെല്ലോ കളേർഡ് ആയിരിക്കും ഇതിനകത്ത് വരുന്ന F1-നകത്തേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള റൗണ്ട് സീഡഡും യെല്ലോ കളറുമായിട്ടുള്ള സീഡോട് കൂടിയ പ്ലാന്റ് ആണ് F1-ൽ കിട്ടുന്നത്. ഇനിയും ഈ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്തു? സെൽഫിങ് ചെയ്തു. ഡൈഹൈബ്രിഡ് ക്രോസിനകത്ത് നമ്മൾ മോണോഹൈബ്രിഡിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. സെൽഫിങ്, സെൽഫ് പോളിനേഷൻ നടത്തി. സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ ഈ ചെടി തന്നെയാണ് പേരന്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത്. ഇതിനകത്തു നിന്നുള്ള പൊളൻ ഗ്രെയിൻസും എഗ്ഗും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റി? ഇത് തന്നെയാണ് പേരന്റ്. പേരന്റ് ഇതാവുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇത് പേരന്റ് ആകുമ്പോഴത്തേക്ക് ഈ പേരന്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമീറ്റ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ വരുന്ന രണ്ട് ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ആയി. ക്യാപിറ്റൽ ആർ ഒരു ഗാമീറ്റിനുള്ളിലേക്ക് വന്നു, അതേ ഗാമീറ്റില് കളറിന് കാരണമായ വൈയും എത്തി. അപ്പൊ വരുന്ന ഒരു ടൈപ്പ് ഗാമീറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഒരു ടൈപ്പായി. ഈ പേരന്റിൽ നിന്നുണ്ടാകുന്ന ഒരു ടൈപ്പ് ഗാമീറ്റ്. അടുത്തത് ക്യാപിറ്റൽ ആർ വന്നു, വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആര് വരാം? സ്മോൾ വൈ വരാം. ഇത് സെക്കൻഡ് ടൈപ്പിൽ വരുന്ന ഗാമീറ്റ്. അല്ലെങ്കിൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ വരാം, ഇങ്ങനെയും വരാം, ഗാമീറ്റ് ഫോർമേഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ സ്മോൾ ആർ സ്മോൾ വൈ ഇങ്ങനെയും ഉണ്ടാകാം ഗാമീറ്റ് ഫോർമേഷൻ. 4 തരത്തിലുള്ള ഗാമീറ്റ് ഫോം ചെയ്തു. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ ആർ സ്മോൾ വൈ. 4 different types of gamete is produced from the F1 generation. അപ്പൊ ഇത് തന്നെ ആയിരിക്കും പൊളൻ ഗ്രെയിൻസ്. 4 തരത്തിലുള്ള പൊളൻ ഗ്രെയിൻസും ഉണ്ടായി, 4 തരത്തിലുള്ള എഗ് ഫോം ചെയ്തു. അപ്പൊ സെൽഫിങ് നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ഗാമീറ്റുകൾ വന്നതുകൊണ്ട് 4 different types വന്നതുകൊണ്ട് നമ്മൾ അതിനെ പുനെറ്റ് സ്ക്വയറിലേക്ക് മാറ്റി. പുനെറ്റ് സ്ക്വയറിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പൊളൻ ഗ്രെയിൻ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. അതുപോലെ തന്നെ അതിന്റെ എഗ് വരുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആൻഡ് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ ആർ സ്മോൾ വൈ. ക്രോസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതും കൂടെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇവിടെ വരുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ capital Y capital Y, capital R small r, capital Y small y. അല്ലേ? ഇനി ഇത് രണ്ടാമത്തെ ഗാമീറ്റ് ഇതും ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ വൈ. ദെൻ അടുത്ത് ഡോമിനന്റ് ആദ്യം എഴുതി നമ്മൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ദെൻ അടുത്തത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ദെൻ ഇതും capital R small r capital Y small y, capital R small y small y, small r capital Y small y, small r small y. ഇത്രയും പ്രോജനീസ് ആണ് നമുക്ക് F2-ൽ കിട്ടുന്നത്. F1-നെ സെൽഫിങ് ചെയ്തപ്പോഴത്തേക്ക് F2-ൽ വരുന്ന പ്രോജനീസ് ഇത്രയാണ്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഇവിടെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈ ആണ് വന്നത്. അപ്പോഴത്തേക്ക് അതിന്റെ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇത് ക്യാപിറ്റൽ ആർ വന്നതുകൊണ്ട് റൗണ്ട് ആണ്, ക്യാപിറ്റൽ വൈ വന്നതുകൊണ്ട് എന്തായിരിക്കും? യെല്ലോ സീഡ് ആയിരിക്കും. അപ്പൊ റൗണ്ട് ആൻഡ് യെല്ലോ എത്ര പേര് വരുന്നുണ്ട്?
റൗണ്ട് ആൻഡ് യെല്ലോ എത്ര പേര് വരും? നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. റൗണ്ട് ആൻഡ് യെല്ലോ ഒന്ന് നോക്കിക്കേ. റൗണ്ട് ആൻഡ് യെല്ലോ, റൗണ്ട് ആൻഡ് യെല്ലോ എത്ര പേര് വരുന്നുണ്ട്? ഒന്ന്, ഒരെണ്ണം. റൗണ്ട് ആൻഡ് യെല്ലോ, റൗണ്ട് ആൻഡ് യെല്ലോ അല്ലേ? റൗണ്ട് ആൻഡ് യെല്ലോ 3, റൗണ്ട് ആൻഡ് യെല്ലോ 4, റൗണ്ട് ആൻഡ് യെല്ലോ 5, റൗണ്ട് ആൻഡ് അത് റൗണ്ട് ആൻഡ് ഗ്രീൻ ആണ്. ഓക്കെ, 1 2 3 4 5 6 അല്ലേ? ദെൻ 7 8 ദെൻ 9 അല്ലേ? റൗണ്ട് ആൻഡ് യെല്ലോ വരുമ്പോഴത്തേക്ക് 9 എണ്ണം. ടോട്ടൽ പ്രോജനി വരുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 16 എണ്ണം വരുന്നുണ്ട്. 4 4 4 വരുമ്പോഴത്തേക്ക് ടോട്ടൽ പ്രോജനി 16. അതിൽ 9 എണ്ണം റൗണ്ട് ആൻഡ് യെല്ലോ വരുന്നു. ദെൻ അടുത്തത് നോക്കിക്കേ, ഇനി വരുമ്പോഴത്തേക്ക് ഇത് ക്യാപിറ്റൽ ആർ വന്നു, റൗണ്ട് ആണ്, ഗ്രീൻ ആണ്. അപ്പോഴത്തേക്ക് റൗണ്ട് ആൻഡ് ഗ്രീൻ, റൗണ്ട് ആൻഡ് ഗ്രീൻ നമ്മൾ നോക്കി 1, റൗണ്ട് ആൻഡ് ഗ്രീൻ 2, റൗണ്ട് ആൻഡ് ഗ്രീൻ 3. റൗണ്ട് ആൻഡ് ഗ്രീൻ എത്ര വന്നു? 3. ഇനി നമ്മൾ നോക്കുക, ടിക്ക് കഴിഞ്ഞു അല്ലേ? ഇവിടെ വരുമ്പോഴത്തേക്ക് റിങ്കിൾഡ് ആൻഡ് യെല്ലോ, wrinkled and yellow. Okay, this is wrinkled and yellow. അല്ലേ? wrinkled and yellow, wrinkled and yellow, then wrinkled and yellow. എത്രണ്ണം വന്നു? ഇവര് 3 പേരും. എത്രണ്ണം വന്നു? 3. ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വരുന്നത്. That is wrinkled and green. Wrinkled and green is 1. This is the 9 3 3 1. This is the phenotypic ratio of dihybrid crossing. Phenotypic ratio is phenotypic ratio, that is 9:3:3:1. 9:3:3:1 is the phenotypic ratio. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നു ഫിനോടൈപ്പിക് 16 പ്ലാന്റ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, F2-ൽ 16 പ്ലാന്റ്സ് കിട്ടുകയാണ് എങ്കിൽ അതിനകത്ത് 9 എണ്ണം റൗണ്ട് ആൻഡ് യെല്ലോ ആയിട്ടുള്ള പേരന്റൽ ടൈപ്പ് ആയിട്ടുള്ള 9 എണ്ണം. റൗണ്ട് ആൻഡ് യെല്ലോ ഇറ്റ് ഇസ് എ പേരന്റൽ ടൈപ്പ്, 9 എണ്ണം. പിന്നീട് 3 എണ്ണം റൗണ്ട് ആൻഡ് ഗ്രീൻ, 3 എണ്ണം. അതുപോലെ തന്നെ റിങ്കിൾഡ് ആൻഡ് യെല്ലോ 3 എണ്ണം, റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ 1 എണ്ണം. അപ്പൊ ഈ വരുന്ന 9 റൗണ്ട് ആൻഡ് യെല്ലോ അതുപോലെ തന്നെ റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ, ദീസ് 2 ആർ പേരന്റൽ ടൈപ്പ് അല്ലേ? 16 എണ്ണത്തില് 9 എണ്ണം ആയിട്ടുള്ള റൗണ്ട് ആൻഡ് യെല്ലോയും പിന്നെ അതുപോലെ തന്നെ റിങ്കിൾഡ് ആൻഡ് ഗ്രീനും വരുന്ന ഒരെണ്ണം കൂടെ ചേർത്ത് 10 എണ്ണം, ടോട്ടൽ 10 എണ്ണം പേരന്റൽ ടൈപ്പ്. പേരൻസിനെ നമ്മൾ അങ്ങനെ എടുത്ത റൗണ്ട് ആൻഡ് യെല്ലോ, റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ 16 പേരിൽ 10 പേര് പേരന്റൽ ടൈപ്പും ബാക്കി വരുന്ന ഈ 6 പേര് 3 റൗണ്ട് ആൻഡ് ഗ്രീൻ, റൗണ്ടും ഗ്രീനും, ഇവിടുത്തെ ഗ്രീനും ഇവിടുത്തെ റൗണ്ടും കൂടെ ചേർന്ന് തന്നിരിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. 6 ആർ ഹൈബ്രിഡ് വെറൈറ്റീസ്, 10 ആർ പേരന്റൽ വെറൈറ്റീസ് ആൻഡ് 6 ആർ ഹൈബ്രിഡ് വെറൈറ്റീസ്. അങ്ങനെ ഹൈബ്രിഡ് അവിടെ വന്നു അല്ലേ? അപ്പൊ ഹൈബ്രിഡ് വരുമ്പോഴത്തേക്ക് 37.5% ആണ് വരുന്നത്, അതിന്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസിംഗിലേക്ക് വരുമ്പോഴത്തേക്ക്. ഇൻ ഡൈഹൈബ്രിഡ് ക്രോസിംഗ് the phenotypic ratio is 9:3:3:1. നമ്മളിത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ചെയ്തപ്പോഴത്തേക്ക് ദ ഫിനോട്ടിപ്പിക് റേഷ്യോ ഈസ് 3:1 ആണ് നമുക്ക് കിട്ടിയത്. ഇൻ മോണോഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ദ ഫിനോട്ടിപ്പിക് റേഷ്യോ ഈസ് 3:1 അല്ലേ? ആ 3:1 വരുന്നത് നമ്മൾ അതിന്റെ ഒരു സ്ക്വയർ വരിക, അതാണ് ഡൈഹൈബ്രിഡിലേക്ക് വരുമ്പോഴത്തേക്ക് 3:1 സ്ക്വയർ വരുമ്പോഴത്തേക്ക് 3:1 നമ്മളൊന്നും കൂടെ കാണിക്കാം. 3:1 സ്ക്വയർ വരിക 3:1 × 3:1 അപ്പൊ എത്ര വരുന്നുണ്ട്? 3 3 9 അല്ലേ? ഒരു 3 1 × 3 3 1 × 1 വരുമ്പോഴത്തേക്ക് 1, ഈ ഒരു റേഷ്യോ. ഇതേ ഒരു ഫോർമുലയിൽ നമുക്ക് ഈ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോയും കാണാൻ പറ്റും.
ജീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ മോണോഹൈബ്രിഡിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണോ അതിന്റെ സ്ക്വയർ തന്നെ ആയിരിക്കും എന്ത് വരുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ. മോണോഹൈബ്രിഡിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ പഠിച്ചതാ. മോണോഹൈബ്രിഡിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ഈസ് 1:2:1. അതിന്റെ സ്ക്വയർ 1:2:1, 1:2:1. അതിന്റെ ഒരു സ്ക്വയർ ആണ് ഇത് വരുന്നത് ഡൈഹൈബ്രിഡിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ. ദാറ്റ് ഈസ് 1:1 1, 1:2 2, 1:1 1, then 2:1 2, 2:2 4, 2:1 1, then 1:1 1, 1:2 2, then 1:1 1. That is 1:2:1, 2:4:2, 2:4:2, then 1:2:1, 2:4:2. Okay. Then 1:2:1 is the genotypic ratio of dihybrid crossing. Dihybrid crossing in the genotypic ratio വരുമ്പോഴത്തേക്ക് അത് 1:2:1, 2:4:2 and 1:2:1. അത് നമ്മൾ പഠിച്ചു വെക്കാൻ എളുപ്പമാർഗം എന്നുള്ള രീതിയിൽ മോണോഹൈബ്രിഡിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കുക, അതിന്റെ സ്ക്വയർ ആയിരിക്കും എപ്പോഴും ഡൈഹൈബ്രിഡിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ. അതുപോലെ മോണോഹൈബ്രിഡിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്താണോ അതിന്റെ സ്ക്വയർ ആയിരിക്കും എപ്പോഴും എന്ത് വരുന്നത് ഡൈഹൈബ്രിഡിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ. 9:3:3:1 is the phenotypic ratio of dihybrid crossing, and 1:2:1, 2:4:2 and 1:2:1 is the genotypic ratio of dihybrid crossing. അപ്പോൾ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 പ്ലാന്റ്സിൽ നമ്മൾ ക്രോസിങ്ങിനെ സെലക്ട് ചെയ്തു. ആ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 2 ക്യാരക്ടറിൽ ഡിഫർ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടറിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഒന്നിൽ നമ്മൾ റൗണ്ട് ആൻഡ് യെല്ലോ സീഡ് സെലക്ട് ചെയ്തു, അടുത്തതിനകത്ത് നമ്മൾ റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ സീഡ് സെലക്ട് ചെയ്തു. അതിൽ നമ്മൾ എക്സ്പെരിമെന്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ പ്യുർ പ്ലാന്റ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പ്യുർ പ്ലാന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ F1-ൽ നമുക്ക് ഡോമിനന്റ് ആയിട്ടുള്ള ആറിന്റെയും ക്യാപിറ്റൽ വൈയുടെയും കൂടെ ക്യാരക്ടർ കാണിക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് റൗണ്ട് ആൻഡ് യെല്ലോ ആയിട്ടുള്ള ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ഒരു ചെടിയാണ് നമുക്ക് F1-ലേക്ക് കിട്ടുന്നത്. ആ ഹെട്രോസൈഗസ് ആയിട്ടുള്ള റൗണ്ട് ആൻഡ് യെല്ലോയെ നമ്മൾ സെൽഫിങ് ചെയ്യുമ്പോഴത്തേക്ക് സെൽഫ് പോളിനേഷൻ നടത്തുക. ദിസ് ഇസ് ദ പേരന്റ്. ആ പേരന്റിൽ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഈ ആറും സെപ്പറേറ്റ് ചെയ്യുന്നു, അതുപോലെ ഈ വൈയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ ഇതുപോലുള്ള 4 ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ മെന്റൽ അടുത്തൊരു ലോയിലേക്ക് എത്തിച്ചേരുകയാണ്. ദാറ്റ് ഈസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. മെന്റലിന്റെ 3ാമത്തെ ലോ ആയിട്ടുള്ള ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഏത് ലോയാണ്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് മെന്റലിന്റെ 3ാമത്തെ ലോയിലേക്കാണ് എത്തുന്നത്. During gamete formation in dihybrid crossing, during gamete formation, the pair of factors are separate each other, independently separate each other and assort during fertilization. These factors are independently separate each other and entering into each gamete and assort together during fertilization. ഇവർ സെപ്പറേറ്റ് ചെയ്ത് മാറി. ഇപ്പൊ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും സെപ്പറേറ്റ് ചെയ്തിട്ട് അതൊരു വൈയുമായി ചേർന്നു അല്ലേ, ക്യാപിറ്റൽ വൈയുമായിട്ട് ചേരുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആറ് സ്മോൾ വൈയുമായിട്ട് ചേരുന്നു, അല്ലെങ്കിൽ ഈ സ്മോൾ ആറും കൂടെ സെപ്പറേറ്റ് ചെയ്തപ്പോഴത്തേക്ക് സ്മോൾ ആർ പോയി ക്യാപിറ്റൽ വൈയുടെ കൂടെ ചേരുന്നു. ഇവർ തമ്മിൽ വേർപിരിഞ്ഞിട്ട് ആരുടെ കൂടെ വേണമെങ്കിലും എൻട്രി ചെയ്യാം. അങ്ങനെ ഗ്യാമീറ്റിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം അവർ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അസോർട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്, ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ ദ ഫാക്ടേഴ്സ് ഫോർ ഈച്ച് ക്യാരക്ടർ എന്ത് പറ്റുന്നുണ്ട്, സെപ്പറേറ്റ് ഈച്ച് അതർ, ഇൻഡിപെൻഡന്റ്ലി സെപ്പറേറ്റ് ഈച്ച് അതർ ആൻഡ് എൻറ്ററിങ് ഇൻ ടു ഈച്ച് ഗ്യാമീറ്റ് ആൻഡ് ദേ അസോർട്ട് ഇൻ ഫെർട്ടിലൈസേഷൻ. അതാണ് നമുക്ക് ഈ പുനറ്റ് സ്ക്വയറിനകത്തൂടെ കാണാനായിട്ട് പറ്റുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴത്തേക്ക് ഈ ഗ്യാമീറ്റിനകത്തുള്ള ഫാക്ടേഴ്സ് തമ്മിൽ അസോർട്ട് ചെയ്ത് ഒരുമിച്ച് കയറി വരുന്നു.
അല്ലേ? അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സെപ്പറേറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ വൈയുടെ കൂടെയോ അല്ലെങ്കിൽ സ്മോൾ വൈയുടെ കൂടെയോ ജോയിൻ ചെയ്ത് ഗ്യാമീറ്റിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. ഡൈഹൈബ്രിഡ് ക്രോസിങ്ങും ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റും. അപ്പൊ ഡൈഹൈബ്രിഡ് ക്രോസിംഗ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും പ്യുവർ പ്ലാന്റ്സുകളായിരിക്കും. അതിന്റെ സെൽഫിങ് നടത്തി നമുക്ക് ഈ ഒരു രീതിയിലേക്ക് പോകുന്നു. അതിനകത്തുള്ള ജിനോട്ടിപ്പിക് റേഷ്യോയും ഫിനോട്ടിപ്പിക് റേഷ്യോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിനോട്ടിപ്പിക് റേഷ്യോ ഈസ് എപ്പോഴും വരുന്നത് മോണോഹൈബ്രിഡിന്റെ ജിനോട്ടിപ്പിക് റേഷ്യോ എന്താണോ അതിന്റെ സ്ക്വയർ ആയിരിക്കും. മോണോഹൈബ്രിഡിന്റെ ജിനോട്ടിക് റേഷ്യോ ഈസ് 1:2:1. അപ്പൊ അതിന്റെ സ്ക്വയർ ആയിട്ടുള്ള 1:2:1, 2:4:2 ആൻഡ് 1:2:1 അതായിരിക്കും. അത് ഓർത്ത് വെച്ചിരിക്കാനുള്ള എളുപ്പവഴി. അതുപോലെ തന്നെ മോണോഹൈബ്രിഡിന്റെ ഫിനോട്ടിക് റേഷ്യോ 3:1ന്റെ സ്ക്വയർ ആയിരിക്കും ഡൈഹൈബ്രിഡിന്റെ ഫിനോട്ടിക് റേഷ്യോ, ദാറ്റ് ഈസ് 9:3:3:1. അപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ